ഇന്നിവിടെ തയ്യാറാക്കുന്നത് മുഗളായി ചിക്കനാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മുഗളായി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തി, നാന്, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ മണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 15 കാഷ്യൂ നേരത്തെ വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് ആവശ്യത്തിനായിട്ട് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി തയ്യാറാക്കി നോക്കണം. നമ്മുടെ മുഗളായി ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കി, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
മുകളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുകളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.